ഇന്നൊരു ഫിഷ് പിക്കിളിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. ഏകദേശം 1 കിലോ ഫിഷ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ചില്ലി പൗഡർ, കുറച്ച് ജിഞ്ചിലി ഓയിൽ, നല്ലെണ്ണ, അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കാം. 1 to 2 hour വെക്കാം. അപ്പോൾ ഫിഷിൻ്റെ ദശ കുറച്ച് കട്ടിയാവാൻ വേണ്ടിയാണ് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ. ക്ലിംഗ് റാപ്പ് ഇട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കാം. അതിനുശേഷം നമ്മൾ വലിയൊരു പാത്രം എടുക്കുക. ഇവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇടുന്നത് ജിഞ്ചിലി ഓയിൽ. ഞാനിവിടെ ഒരു 500 ml ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറി ലീവ്സ്, പച്ചമുളക് ഇതൊക്കെ സ്ലൈസ് ചെയ്ത് അതിലിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഈ പച്ചമുളക് ഇപ്പോഴാണ് ആഡ് ചെയ്തത്, മറന്നുപോയി. ആദ്യം ഒന്നിച്ചിടേണ്ടതാണ് ഇതെല്ലാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കതിനകത്ത് കോരിയെടുത്തിട്ട് വേറൊരു പാത്രത്തിൽ വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഫ്രിഡ്ജിലെടുത്ത് ഇനി അത് ഡീപ് ഫ്രൈ ചെയ്യാം. ആ സെയിം ഓയിൽ തന്നെ ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോൾ ഡീപ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കുറച്ച് സമയം എടുക്കും ഫ്രൈ ആയി കിട്ടാൻ. ചെറിയ പീസ് ആണെങ്കിൽ പെട്ടെന്നാകും. എന്നിട്ട് നമുക്കത് ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് ഫുള്ള് കോരി മാറ്റാം. ഞാൻ 2 ബാച്ചായിട്ടാണ് ഇവിടെ ചെയ്തത്.
പിന്നെ അതിനകത്ത് ആവശ്യമുള്ള ചില്ലി പൗഡർ അത് കുറച്ച് പച്ചവെള്ളത്തിൽ കലക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇതിടുമ്പോൾ കരിഞ്ഞു പോകും, ചിലപ്പോൾ കരിഞ്ഞൊരു ടേസ്റ്റ് വരും. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ജിഞ്ചർ ഗാർലിക് പച്ചമുളക് കറി ലീവ്സ് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു, അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ മൊത്തമായിട്ട് കിടന്നാൽ പിന്നെ അത് കഴിക്കുമ്പോഴൊരു സുഖം ഉണ്ടാവില്ല. ആ ഗ്രൈൻഡ് ചെയ്തത് വീണ്ടും ആ സെയിം ചൂടാക്കിയ ആ ഓയിലിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഓൾറെഡി ഇത് ഫ്രൈഡ് ആണ്, അത് വലിയ സമയം എടുക്കില്ല മൂത്ത് വരാനായിട്ട്. അതിലേക്ക് നമ്മൾ ആ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചില്ലി പൗഡർ വെള്ളത്തിൽ കലക്കി വെച്ചിരുന്നത് ഇതിലത് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പച്ചമുളക് മാറി കിട്ടുന്നത് വരെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, ഉപ്പ് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് കായം പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ജാഗറി പൗഡർ 1 ടീസ്പൂൺ മതി. ആ പൊടി ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. ചെയ്തതിന് ശേഷം ഞാൻ സെപ്പറേറ്റ് ഒരു പാനിൽ ഒരു 1/2 കപ്പ് വിനേഗർ ചൂടാക്കി അത് ആറിയതിന് ശേഷം ഇതിൽ ആഡ് ചെയ്തു. അത് പക്ഷേ അതിൻ്റെ ക്ലിപ്പിടാൻ വിട്ടുപോയി. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഫൈനൽ സ്റ്റേജാണ്.